കുറെ ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നത്. ഒരു വലിയൊരു വിഷൻ, വലിയൊരു സംരംഭം, വലിയൊരു എന്താ പറയുക, വലിയൊരു റെക്കോർഡിലേക്ക് കുതിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അതെ, പ്രിപ്പറേഷനിലാണ്, റെക്കോർഡ് ചെയ്യുന്നുള്ള അറ്റംപ്റ്റ് ആണ്. അതെ, അതിന്റെ വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യാമോ? വിശേഷങ്ങള്, ഇവന്റിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൃദംഗനാഥം. ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു പ്രീമിയം ആർട്ട് മാഗസീനാണ്. നമുക്കിവിടെ ഒരുപാട് മാഗസീൻസ് ഉണ്ട്, പക്ഷേ ആർട്ടിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാഗസീനാണ് മൃദംഗ വിഷൻസ്. അവരുടെ ഒരു ലോഞ്ചിനോട് കൂടെ അനുബന്ധിച്ചിട്ടുള്ള അവരുടെ ഒരു ബ്രെയിൻ ചൈൽഡ് ആണിത്. അതിൻ്റെ CEOs ആയ മിസ്റ്റർ ഷമീർ ലിൻഡർ ആൻഡ് മിസ്റ്റർ നികോഷ്, അവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു വിഷനാണ്. അതിലേക്ക് ഞാനും കൂടെ അതിൻ്റെ ഒരു ഫേസ് ആയിട്ട് ഇതിൻ്റെ ഓരോ ഘട്ടത്തിൻ്റെയും ഡെവലപ്മെന്റ്സ് പ്രേക്ഷകരിലേക്കും പാർട്ടിസിപ്പൻസിലേക്കും എത്തിക്കാനുള്ള ഒരു ഫേസ് ആയിട്ട് ആണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. പിന്നീട് അതിൻ്റെ കോറിയോഗ്രാഫിയിലും കൂടെ ഞാൻ ഭാഗമാകുകയുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, കാരണം കൈതപ്പുറം തിരുമേനി എഴുതിയിട്ട് ദീപാങ്കുരൻ മ്യൂസിക് ചെയ്ത് നമ്മുടെ അനൂപ് ശങ്കർജി പാടിയിട്ടുള്ള ഒരു ഗാനത്തിനാണ്. അതാണ് ആക്ച്വലി ഇവന്റ്. ആ ഗാനത്തിന്റെ നൃത്ത ചുവടുകൾ 12,000 നർത്തകർ ഒന്നിച്ച് ഒരേ സമയം ഒരു 8.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഗാനത്തിന്റെ നൃത്താവിഷ്കരണമാണ് മൃദംഗനാഥം എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ്. ഇതിപ്പോ നമ്മള് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. ഒരേ സമയത്ത് ഇത്രയേറെ നർത്തകർ ഒരേ കലാരൂപമായ ഭരതനാട്യം അവതരിപ്പിക്കുന്നു, ഒരേ കോറിയോഗ്രാഫി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇപ്പം അത് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതൊരു സന്തോഷം. കേരളത്തിൽ നടക്കുന്നുവെങ്കിലും ഗ്ലോബലി ആളുകൾ, എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻസ് നമുക്കുണ്ട്. അമേരിക്കയിൽ നിന്നാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരുവിൽ നിന്നുമുള്ള അറിവ് എന്നുള്ള ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ വഴി മാത്രമാണ് ഇതിലേക്ക് ഒരു കലാകാരനോ കലാകാരിക്കോ എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. ഒരു വെബ്സൈറ്റിൽ പോയി അവർക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സാധ്യമല്ല. അവർക്ക് അതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരുണ്ട്. അത് അവർ വഴി, അവരുടെ കീഴിൽ നിന്നും ഈ കോറിയോഗ്രാഫി അഭ്യസിച്ച് അവരുടെ മേൽനോട്ടത്തിൽ ഈ കോറിയോഗ്രാഫി പഠിച്ച് അവിടെ വന്ന് ഈ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ നർത്തകരുടെയും റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ഡീറ്റെയിൽസ്. നമ്മളുടെ രജിസ്ട്രേഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്, എങ്കിലും കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് നമുക്കുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത്ര തന്നെ രജിസ്ട്രേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നർത്തകരെ മൃദംഗനാഥത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ എനർജി പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടെ 29-ാം തീയതി ഒത്തുചേർന്നു. ശരിക്കും ചെറിയൊരു കാര്യമല്ല ഇത്. 1-2 പേരോ അല്ലെങ്കിൽ ഇവിടെ 1-2 പേരോ 100-1000 പേരല്ല, 12,000 പേരെ കോർഡിനേറ്റ് ചെയ്ത് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ശരിക്കും ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഇതിങ്ങനെ ചെയ്യണം എന്ന് തോന്നിയാലുണ്ടായ ഒരു എലമെന്റ് എന്തായിരുന്നു? ഇത് അവിടെ നിന്നാണ്, ഇവരുടെ ഈ CEOസിന്റെ ഒരു വിഷനാണിത്. ഞാനും അദ്ദേഹത്തോടൊന്ന് ചോദിക്കുകയുണ്ടായി എന്താണ് ഇതിനുള്ള ഇൻസ്പിറേഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടിയും ഇത് തന്നെയായിരുന്നു. ഇതൊരു നമ്മൾ ഈ കലാരൂപത്തിനും നമ്മുടെ സംസ്കാരത്തിനും നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ്. അത് നമ്മുടെ സംസ്കാരം, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വാല്യൂസ് എല്ലാം പകർന്നു നൽകുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി. ഇത് ഞാൻ മനസ്സിലാക്കിയതാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സംരംഭങ്ങൾ ഒരുക്കുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ പ്രസൻസും എല്ലാം വഴി നമ്മുടെ യുവതലമുറയ്ക്ക് ഇതിലേക്ക് കൂടുതൽ
ശ്രദ്ധ അതിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ വാല്യൂസ് വിളിച്ചു കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡായിട്ട് നല്ലൊരു ട്രിബ്യൂട്ട് ഭരതനാട്യം എന്നുള്ള കലാരൂപത്തിനും ഭാരതീയ സംസ്കാരത്തിനുമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ ദിവസം തന്നെ നമ്മൾ അതിനെ അറ്റംപ്റ്റ് എന്ന് തന്നെ വിളിക്കുന്നുള്ളൂ. അന്നേ ദിവസമാണ് നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. അതുവരെ ഇത് ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ്. സോ അതാണ് ഒരു ട്രിബ്യൂട്ട് നൽകുക. പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ഗ്രോത്ത് കാണുകയാണല്ലോ. എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഇത് വളരെ വ്യത്യാസമാണല്ലോ, ഇത് നമുക്കിത് ഭരതനാട്യം ഇപ്പം നമ്മളൊരു ഭരതനാട്യം പ്രാക്ടീഷണർ അല്ലെങ്കിൽ നമുക്കിതിന് ഒരിക്കലും പങ്കെടുക്കാൻ സാധിക്കില്ല. 7 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ കഴിയും, പക്ഷെ ആ ഒരു ബേസ് ഇല്ലെങ്കിൽ കഴിയില്ല. അപ്പോഴും അങ്ങനെ ഒരു കലാരൂപം അഭ്യസിക്കണം എന്നുള്ളൊരു ചിന്ത ഒരു തലമുറയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് ആസ് എ ഡാൻസ് പ്രാക്ടീഷണർ ഞാൻ കാണുന്നത്. തീർച്ചയായും സക്സസ്ഫുൾ ആവട്ടെ. കേരളത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമായി മാറും.